നമ്മൾ എന്ത് പറയാ, ഈ പിള്ളേരുടെ ഒക്കെ ഒരു കാര്യമേ. ചേട്ടനെ അവന്മാർ രണ്ടുപേരുടെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോയത്? എടിയാ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞത്. അവന്മാരുടെ ചെറുപ്പത്തിലുള്ള ചിരിയും കളിയും കുസൃതിയൊന്നും ഈ പ്രായമായിട്ടും വിട്ടുപോയിട്ടില്ലെന്നേ. അതെ, നമ്മുടെ അടുത്ത് ഈ ചിരിയും കളിയൊക്കെ ഇറക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും ഇതൊന്നും ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതെ, നിന്റെ തൊണ്ടയൊക്കെ ക്ലിയർ ആണോ? എന്റെ തൊണ്ടയ്ക്ക് എന്തായാലും കുഴപ്പം? വേറെ തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കല്ല, നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വൈകിട്ട് പാടാൻ തയ്യാറായിക്കോ. ഇന്ന് വൈകിട്ട് നീ പാടുന്നു. എവിടെ പാടുന്നേ? അതൊക്കെ ഉണ്ട്. പാടാൻ ബുദ്ധിമുട്ടാണോ? നിനക്കെന്താ വയ്യേ? പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണോ? ഒന്ന് പോയ ഇവിടുന്ന്. പാട്ട് പാടി എന്നാ ഡാൻസ് കളിച്ചാ മതി. എന്റെ വായിലിരിക്കുന്നൊന്ന് കേൾപ്പിക്കല്ലേ ഏട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ നല്ല പ്രായത്തിൽ നിങ്ങൾ എന്നെ ഡാൻസ് കളിപ്പിക്കാൻ വിട്ടില്ല. തീരെ നീ അല്ലേ പറഞ്ഞത് ചെറുപ്പത്തിൽ നീ ഭയങ്കര ഡാൻസ് ആണെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്താണ് ഒരവസരം കിട്ടിയപ്പോ ഒഴിഞ്ഞു മാറുന്നത്? പറ്റത്തില്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമില്ല. ആഗ്രഹിച്ചപ്പോഴൊന്നും എന്നെ വിട്ടില്ലല്ലോ. വിട്ടിട്ടുണ്ടോ? നീ ആഗ്രഹിച്ച സമയത്ത് ഞാൻ എങ്ങനെ വിടാനാണ് സീതേ? പോസ്റ്റയിലൊക്കെ തൂങ്ങി മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ ഞാൻ. അതിന്റെ ഇടയിലാണോ ഡാൻസ്? അതെ അതെ. അതുകൊട്ടെ, വൈകിട്ടത്തെ പരിപാടി പറയാം. പിള്ളേരെന്തിനാ എന്നെ വിളിച്ചോണ്ട് പോയെന്നറിയാമോ? എന്തിനാ? ഇന്ന് വൈകിട്ട് പുറത്ത് പാട്ടും ഡാൻസും കലാപരിപാടികളും. ഇവന്മാരിത് എന്ത് ഭാവിച്ചാണ്? അവന്മാരല്ല, ശരിക്കും പാറും കേശും കൂടി അവരെ പിരിയേറ്റിയേക്കണതാ. അവന്മാര് കേറി അങ്ങ് ഏറ്റി. എന്ത് കാര്യത്തിനേട്ടാ? അത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് അങ്ങോട്ട് കൂടി കൊടുക്കാന്നേ. പിള്ളേരുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ച് നിങ്ങൾ അങ്ങ് കൊടുത്താൽ മതി. എന്നെ വിളിക്കൊന്നും വേണ്ട. ഡാൻസിനും പാട്ടിനും ഒന്നും ഞാൻ ചെയ്യൂല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൈകിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. നമ്മളില്ല, നിങ്ങളും മരുമക്കളും പിള്ളേരും മാത്രം. നോക്കാം. പിന്നെ നമുക്ക് കാണാന്നേ. എന്താണ് രണ്ടുപേരും കൂടെ ഗൗരവമായ ചർച്ചയിലാന്ന് തോന്നുന്നു. വൈകിട്ടേ റെഡി ആയിക്കോ, കലാപരിപാടികളുണ്ടെന്ന്. കലാപരിപാടിയോ? ആ, എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? സീത. സീതയുടെ ഡാൻസും ഉണ്ട്. ചുമ്മാ പറയാണ്, വെറുതെ നടക്കാത്ത കാര്യം പറയല്ലേ ഏട്ടാ. നടക്കാത്ത കാര്യമല്ല, എന്റെ ഡാൻസ് ഒന്നും ഇല്ല. ഡാൻസ് ഉണ്ട്. ഇല്ല. ഞാൻ തീരുമാനിക്കുന്നു, അവര് നടപ്പിലാക്കുന്നു. ഇതാണ് സംഗതി ഇവിടെ. ശരി, ഞാൻ ഡാൻസ് കളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? സിനിമാറ്റിക് ഡാൻസ്. ഹവാ ഹവാ ഏ ഹവാ കണ്ടണ്ട. എന്താ ഹവാ ഹവാ കണ്ടണ്ട? കിടുങ്ങും. അതെ, നിന്റെ ഗിൽട്ടുള്ള സാരി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കഷ്ണം എനിക്ക് തന്നെ. എന്തിനാ? തലയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടാൻ. അപ്പൊ ജനാർദ്ദന് ഡാൻസ് കളിക്കാനൊക്കെ അറിയാവോ? കളിക്കുന്നാ. പത്തനംതിട്ട സെക്ഷനില് 95 അവിടുത്തെ വാർഷികത്തിന് എന്റെ ഹവാ ഹവ കണ്ടിട്ടില്ല. അന്നത്തെ എനിക്ക് അപ്പ തന്നെ കുഴിമന്തി മേടിച്ചു തന്നു. കുഴിമന്തിയോ? കുഴിമന്തി അല്ല, അന്ന് ബിരിയാണി. ഇങ്ങനെ പുളു അടിക്കുന്നത് അമ്മ ചുമ്മാ പറയുന്ന അമ്മ. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ച് എടി ബിരിയാണി മേടിച്ചു തന്ന അന്ന് മേടിച്ചു തന്നോ? ബിരിയാണി മേടിച്ചു തന്നാണെന്ന്. എന്തിനാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ചുമ്മാ നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞത്. ഡാൻസ് പോയിട്ട് ഇതുവരെ മര്യാദക്ക് സ്റ്റേജിൽ പോലും കേറിയിട്ടില്ല. ഡാൻസ് വിട്, സ്റ്റേജിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ട്. എന്റെ റിട്ടയർമെന്റിനൊക്കെ ഞാൻ കേറിയേക്കണാണ്. ആ, അതുകൊട്ടെ, അതൊക്കെ വിട്. കനകം പാട്ട് പാടുവോ? സിദ്ധുவோட அம்மா பாடுறதா இருந்தா நான் ட்ரை பண்றேன். സിദ്ധുയുടെ അമ്മ പാടുന്നില്ല. ഈ ചേട്ടൻ അങ്ങനെ പലതും പറയും. அப்படின்னா நானும் பாடல. അതൊന്നും അല്ല കനകവേ, നന്നായിട്ട് പാടും. പാടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നിർബന്ധിക്കണം. നിർബന്ധിച്ചു കഴിഞ്ഞാൽ പാടും. പാടിക്കഴിഞ്ഞാലോ നിർത്തണമെങ്കിൽ വീണ്ടും നമ്മൾ നിർബന്ധിക്കണം. നിർബന്ധിച്ചിരിക്കുന്നു. എന്തിനും, പാടാനും നിർത്താനും എല്ലാത്തിനും ഞാൻ നിർബന്ധിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം സീത വീണ്ടും ചിലങ്ക കെട്ടുന്നു. ചേട്ടാ ചുമ്മാ ഇരുന്നേ, എനിക്കെങ്ങും പറ്റത്തില്ല. எதுக்கு நீங்க வேண்டாம்னு சொல்லணும்? இந்த போன தனுமாசத்துல திருவாதிரை இருக்குல்ல, அன்னைக்கு அம்மா திருவாதிரை களி ஆடினாங்க. அது போகாம அடுத்த தனுமாச திருவாதிரைக்கு இப்பவே ப்ரிப்பேர் பண்ணிட்டு இருக்காங்க. അമ്മ അടിപൊളി. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മ തകർക്കും. ഓക്കേ അല്ലേ?